നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് സുപ്രീം കോടതി കേസാണ് എൻ ഈശ്വരനാഥൻ വേഴ്സസ് സ്റ്റേറ്റ്. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരേ കേസ്, പക്ഷെ രണ്ട് ജഡ്ജിമാർ, രണ്ട് വ്യത്യസ്ത നിലപാടുകൾ. അതെ അതെ സംഭവം കോടതി അലക്ഷ്യം തന്നെയാണ്. അതിലെ രണ്ട് ജഡ്ജിമാർക്കും ഏകാഭിപ്രായമായിരുന്നു. ഈ രണ്ട് അഭിഭാഷകരും കോടതി അലക്ഷ്യം കാണിച്ചു എന്നതിൽ. ഓക്കേ. പക്ഷേ അതിന്റെ ശിക്ഷയുടെ കാര്യത്തിലാണ് അവിടെയാണ് ഒരു അഭിപ്രായ വ്യത്യാസം വന്നത്. അപ്പൊ അതെങ്ങനെ പരിഹരിച്ചു, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കിട്ടിയ കോടതി രേഖകൾ വെച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത്. ശരി. അപ്പോ ആദ്യം എന്തായിരുന്നു സാഹചര്യം? ജസ്റ്റിസ് ബേല എം ത്രിവേദിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ശിക്ഷയെപ്പറ്റി എന്തു പറഞ്ഞു? ജസ്റ്റിസ് ത്രിവേദി പറഞ്ഞു, പി സോമസുന്ദരം പിന്നെ എസ് മുത്തുകൃഷ്ണൻ, ഈ രണ്ട് അഭിഭാഷകരും കോടതി അലക്ഷ്യം കാണിച്ചു. ശിക്ഷയായിട്ട് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡായ പി സോമസുന്ദരത്തിനെതിരെ AOR അല്ലേ? അതെ, AOR. അദ്ദേഹത്തിന്റെ പേര് 1 മാസത്തേക്ക് ആ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അത് ശരിക്കും ഒരു ഗൗരവമുള്ള നടപടിയാണ്, ആ AOR സ്റ്റാറ്റസ് പോകുന്നത്. തീർച്ചയായും. പിന്നെ മറ്റേ അഭിഭാഷകനായ എസ് മുത്തുകൃഷ്ണൻ, അദ്ദേഹം 1 ലക്ഷം രൂപ പിഴയടക്കണം, സ്വന്തം കയ്യിൽ നിന്ന്. സ്വന്തം കയ്യിൽ നിന്നോ? അതെ. സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ, അതായത് SCORAയ്ക്ക് നൽകണം എന്നായിരുന്നു വിധി, ഒരു ക്ഷേമ പ്രവർത്തനത്തിന് പോലെ. എന്നാൽ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റേ ജഡ്ജ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ, അദ്ദേഹം ഇതിനോട് പൂർണ്ണമായി യോജിച്ചില്ല എന്ന് കേട്ടല്ലോ. ശരിയാണ്. കോടതി ഇലക്ഷൻ നടന്നു എന്ന കാര്യത്തിൽ ജസ്റ്റിസ് ശർമ്മയ്ക്കും തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പക്ഷേ ഈ അഭിഭാഷകർ പിന്നീട് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദപ്രകടനം ജസ്റ്റിസ് ശർമ്മ സ്വീകരിച്ചു. അദ്ദേഹത്തിന് തോന്നി അത് ആത്മാർത്ഥമാണ് എന്ന്. അപ്പോൾ ശിക്ഷ വേണ്ട, അത് കടുത്തുപോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അദ്ദേഹം ഈ ക്ഷമയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ക്ഷമാ ധർമ്മസ്യ മൂലം എന്നൊരു വാചകം ഓർമ്മിപ്പിച്ചു. ക്ഷമയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. അതെ. എന്നിട്ട് മഹാഭാരതത്തിലെ ഒരു ശ്ലോകമൊക്കെ ഉദ്ധരിച്ചു, ക്ഷമാ ധർമ്മഃ ക്ഷമാ യജ്ഞഃ, അങ്ങനെ തുടങ്ങുന്നത്. ക്ഷമയാണ് ഏറ്റവും വലിയ പുണ്യം, ലോകം നിലനിൽക്കുന്നത് ക്ഷമയുടെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തെറ്റേറ്റു പറഞ്ഞ സ്ഥിതിക്ക് ക്ഷമിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോ ഒരു ബെഞ്ചിൽ തന്നെ രണ്ടഭിപ്രായം. ഇതെങ്ങനെയാണ് പിന്നെ മുന്നോട്ടു പോയത്? സ്വാഭാവികമായും ഒരു പ്രശ്നമാണല്ലോ. സാധാരണ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊരു നടപടിക്രമമുണ്ട് സുപ്രീം കോടതിയിൽ. അന്നത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഈ വിഷയം ഒരു വലിയ ബെഞ്ചിന് വിട്ടു, ഒരു 3 അംഗ ബെഞ്ചിന്. 3 അംഗ ബെഞ്ച്. ആരൊക്കെയായിരുന്നു അതില്? അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായ്, പിന്നെ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി, ഇവിടായിരുന്നു ആ ബെഞ്ചിൽ. എന്നിട്ട് ആ ബെഞ്ചിന്റെ തീരുമാനം എന്തായി? ആ 3 അംഗ ബെഞ്ച് 2025 ജൂലൈ 23 അവരുടെ ഉത്തരവ് വന്നു. അവര് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ നിലപാടിനോടാണ് യോജിച്ചത്. ക്ഷമിക്കാമെന്ന നിലപാടിനോട്. അതെ. അവര് പറഞ്ഞും, ഈ അഭിഭാഷകർ നൽകിയ ഖേദപ്രകടനം ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ്, അതുകൊണ്ടത് സ്വീകരിക്കാം. തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന ഒരാളോട് ക്ഷമിക്കുന്നതിലാണ് നിയമത്തിന്റെ ഒരു മഹത്വമുള്ളത് എന്നും കോടതി പറഞ്ഞു. അപ്പൊ ആ ഖേദപ്രകടനം ശരിക്കും ഒരു പ്രധാന ഘടകമായി മാറി. വളരെ പ്രധാനപ്പെട്ട ഘടകമായി. ജസ്റ്റിസ് ശർമ്മയുടെ വിധിയിൽ ആ ഖേദപ്രകടനത്തിന്റെ പൂർണ്ണ രൂപം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടു. ഈ ബാറും ബെഞ്ചും നീതിന്യായ വ്യവസ്ഥയുടെ 2 ചക്രങ്ങളാണെന്നൊരു നിരീക്ഷണമുണ്ടായല്ലോ. അതും പ്രസക്തമായി തോന്നുന്നു. തീർച്ചയായും. ആ 3 അംഗ ബെഞ്ച് അത് എടുത്തു പറഞ്ഞു. നീതിയുടെ ഒരു രഥം പോലെയാണ്. അതിന്റെ 2 ചക്രങ്ങളാണ് ബാറും ബെഞ്ചും, അഭിഭാഷകരും ന്യായാധിപരും. അപ്പോ ചെറിയ തെറ്റുകൾക്ക് അഭിഭാഷകരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന അത്രയും കടുത്ത ശിക്ഷകൾ കൊടുക്കുന്നത് അത്ര ശരിയല്ല എന്നൊരു സൂചനയും നൽകി. അവരുടെ ഭാവിയെ അത് ബാധിക്കും. അതെ, അതവരുടെ ഭാവിയെ മോശമായി ബാധിക്കാം. അതുകൊണ്ട് ജസ്റ്റിസ് ശർമ്മയുടെ ആ ക്ഷമ കൊടുക്കാനുള്ള നിലപാട് അംഗീകരിച്ചു. അങ്ങനെ ആ അപേക്ഷ തീർപ്പാക്കി. അപ്പോൾ ശരിക്കും ഈ കേസ് കാണിക്കുന്നത് കോടതിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്. നിയമപരമായ വഴിയിലൂടെ അത് പരിഹരിക്കും. പിന്നെ കോടതിയലക്ഷ്യം ഗൗരവമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായ ഖേദപ്രകടനത്തിന് അതിനൊരു വിലയുണ്ട്. തീർച്ചയായും. അതൊരു ബാലൻസിംഗ് ആണ്. കോടതിയോടുള്ള ബഹുമാനം നിലനിർത്തണം. അതേസമയം മനുഷ്യസഹജമായ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ അവിടെ ക്ഷമ എന്നൊരു തത്വത്തിനും സ്ഥാനമുണ്ട്.
അത് തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ എങ്ങനെ കണ്ടെത്തുന്നു എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് കേസ്. ശരിയാണ്. തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് ഒരു അവസരം കൂടി കൊടുക്കുന്നു. അതെ. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ഇവിടെ ബാക്കി വയ്ക്കുന്നു. ഈ കോടതിയലക്ഷ്യം പോലെയുള്ള വിഷയങ്ങളിൽ ഒരു ഭാഗത്ത് കോടതിയുടെ അന്തസ്സും അധികാരവും കാത്തുസൂക്ഷിക്കണം, മറുഭാഗത്ത് ഈ ക്ഷമ, ദയ എന്ന ഘടകവും വരുന്നു. അപ്പോൾ ഈ ശിക്ഷയും ക്ഷമയും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ്, അത് ഓരോ കേസിലും പ്രായോഗികമായി എങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത്? നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തു തോന്നുന്നു?